നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ SFI പോര് അതിര് വരമ്പുകൾ കടക്കുകയാണ്. മലപ്പുറം പൊന്നാനിയിൽ ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധ ബാനറുകൾ ഉയർന്നിരിക്കുകയാണ്. ഇന്ന് 11 മണിക്ക് ഗവർണർ പൊന്നാനിയിലെത്തും. ഇതിന് മുന്നോടിയായിട്ടാണ് പൊന്നാനി എരമംഗലത്ത് SFI ബാനർ സ്ഥാപിച്ചത്. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നെഴുതിയ ബാനറാണ് സ്ഥാപിച്ചിട്ടുള്ളത്. CPM പ്രതിഷേധത്തിനിടെയാണ് ഗവർണർ മലപ്പുറത്ത് എത്തുന്നത്. പൊന്നാനി എരമംഗലത്ത് മുൻ കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് VM സുധീരൻ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യാതിഥി. കോൺഗ്രസ് നേതാവിന്റെ അനുസ്മരണ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചതിൽ യൂത്ത് കോൺഗ്രസ് നേരത്തെ പരസ്യ പ്രതിഷേധം അറിയിച്ചതാണ്. ET മുഹമ്മദ് ബഷീർ MP, P നന്ദകുമാർ MLA തുടങ്ങിയ നേതാക്കൾക്കും പരിപാടിയിലേക്ക് ക്ഷണമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ LDF പ്രതിഷേധത്തിനിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വേദിയിൽ ഗവർണർ എത്തിയിരുന്നു. ചടങ്ങിലേക്കുള്ള യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ SFI ഗവർണറെ കരിങ്കൊടി കാട്ടിയിരുന്നു. SFIക്കാരുടെ കരിങ്കൊടി പ്രതിഷേധം പോലീസ് തടയാൻ തയ്യാറായില്ല. പ്രതിഷേധിക്കാൻ എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതുമില്ല. അതിനിടെ ഇതിനു മുമ്പ് 5 തവണ തനിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴില്ലാതിരുന്ന ഭയം ഇപ്പോഴില്ലെന്നും ഗവർണർ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം വ്യാപാരി ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു ഗവർണറുടെ പ്രതികരണം. മുൻപ് ഇതിലും വലിയ ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. ഇന്ന് ഇടുക്കിയിൽ ഹർത്താൽ നടന്നതിന്റെ കാരണം അറിയില്ല എന്നും ഗവർണർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. കേന്ദ്ര ക്യാബിനറ്റിൽ നിന്ന് രാജിവെക്കുമ്പോൾ വെറും 35-ാം വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 1985, 1986, 1987 കാലഘട്ടങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ഭീഷണി നേരിട്ടത്. 5 തവണ തനിക്ക് നേരെ ശ്രമമുണ്ടായി. 1990-ൽ നടന്ന ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു. ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റു. ഇപ്പോൾ ഭീഷണിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് 35-ാം വയസ്സിൽ തോന്നാത്തത് 72-ാം വയസ്സിൽ തോന്നുമോ എന്നാണ്. എന്റെ പ്രായം ആയുർദൈർഘ്യത്തിന്റെ ദേശീയ ശരാശരി പിന്നിട്ടു. അധികമായി കിട്ടുന്ന സമയത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിയില്ല എന്നും ഗവർണർ പറഞ്ഞു. പരിപാടിക്ക് ശേഷം മടങ്ങിയ ഗവർണർ ഇടയ്ക്ക് വെച്ച് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി കുട്ടികളെ ചേർത്ത് പിടിച്ചു. 1 മിനിറ്റിലേറെ റോഡിലൂടെ നടന്നു. വിവിധ സ്ഥലങ്ങളിൽ SFI DYFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. അതിനിടെ പ്രതിസന്ധികൾ മറികടന്ന് ചടങ്ങിനെത്തിയ ഗവർണർക്ക് പരിപാടിയുടെ സംഘാടകർ നന്ദി അറിയിച്ചു. ഹർത്താൽ ആയതിനാൽ കൂടുതൽ ആളുകൾ സമ്മേളനത്തിനെത്തിയെന്നും സംഘാടകർ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം വ്യാപാരി ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിരുന്നു ഗവർണർ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.